ആദ്യ ചുണ്ടനാണ് നിരണം ചുണ്ടൻ. 2022 നീറ്റിലിറക്കിയ ചുണ്ടനാണ് നിരണം ചുണ്ടൻ. ഇവിടെ KG എബ്രഹാം ക്യാപ്റ്റൻ ആണെങ്കിൽ ബൈജു കുട്ടനാട് എന്ന പരിചയസമ്പന്നനാണ് ഇതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. നമുക്കറിയാം 2025 കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിൽ ഫൈനലിലെത്തിയ വള്ളമാണ് ഈ നിരണം ചുണ്ടനെങ്കിൽ മൂന്നാം ട്രാക്കിൽ മത്സരിക്കുന്നത് പുണ്യാളൻ നിരണമാണ്. പുതുപുത്തൻ വള്ളമാണ്. 2026 ജൂലൈയിൽ നീറ്റിലിറക്കിയ വള്ളമാണ്. സാബു നാരായണാചാരി പണിതിറക്കിയ വള്ളമാണ്. അതിൽ തുഴയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബാണ്. നമുക്കറിയാം 99 അതുപോലെ 2004, 5, 6, 7, 2010 നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കുമരകം ടൗൺ ബോട്ട് ക്ലബ് എന്ന കരുത്തുറ്റ ടീമാണ് പുണ്യാളൻ നിരണത്തിൽ തുഴയുന്നതെങ്കിൽ റെന്നി ഫിലിപ്പോസ് ആണ് ക്യാപ്റ്റനെങ്കിൽ സുനിൽ കുമാർ PR ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ നാലാം ട്രാക്കിൽ അർപ്പൂക്കര ചുണ്ടനാണ്. ഇമാനുവൽ ബോട്ട് ക്ലബ് കുമരകമാണ് അതിൽ തുഴയുന്നത്. ഏറ്റവും പുതിയ വള്ളമാണ് 2026 ആഗസ്റ്റ് മാസം, ഈ മാസം 2-ാം തീയതി നീറ്റിലിറക്കിയ ആർപ്പൂക്കര ചുണ്ടൻ മീനച്ചലാറിന്റെ വിരിമാറിലേക്ക് പിറന്നു വീണ ഈ കോട്ടയത്തെ ജനകീയ ചുണ്ടനാണ് ആർപ്പൂക്കര ചുണ്ടൻ. നമുക്കറിയാം ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷവും പങ്കെടുത്തിരുന്നതാണ് നെഹ്റു ട്രോഫി അടക്കം. അപ്പൊ അങ്ങനെ രാഹുൽ പ്രകാശ് ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ ആർപ്പൂക്കരയുടെ ക്യാപ്റ്റൻ ബൈജു ബാസ്റ്റിൻ പാതിരമ്പുഴയാണ്. അങ്ങനെ നിരണവും പുണ്യാളനും ആർപ്പൂക്കരയും അങ്ങനെ കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ? കരിമ്പനയിൽ തീർത്ത കരിന്തുഴകൾ കൊണ്ട് കാരിരുമ്പിന്റെ കരുത്തുള്ള കരങ്ങൾ കായലിൽ കളിയാട്ടം നടത്തി കരിനാഗങ്ങളെ പോലെ കടന്നു വരുന്നത് കാണുന്നത് കണ്ണുകൾക്ക് കുളിർമയേകുകയാണ്. 1000 ചിറകുകളുള്ള പറക്കും തളിക പറന്നു വരുന്നത് പോലെ ഇങ്ങനെ കടന്നു വരുന്നു 3 ജലരാജാക്കന്മാർ. നിരണവും പുണ്യാളൻ നിരണവും ആർപ്പൂക്കരയും ഇതാ കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ? എത്ര മനോഹരമാണ്. ആളുകൾ ജലോത്സവ പ്രേമികള് കരകളിൽ നിന്ന് ആർപ്പ് വിളിക്കുന്നത് കണ്ടില്ലേ? ആരവങ്ങൾ മുഴക്കുന്നത് കണ്ടില്ലേ? നിരണമാണോ നിരണം പുണ്യാളനാണോ? പുണ്യാളൻ നിരണമാണോ? ആർപ്പൂക്കര ചുണ്ടനാണോ? അതെ, നിരണവും പുണ്യാളൻ നിരണവും ആർപ്പൂക്കര ചുണ്ടനും ഒന്നിച്ചൊന്നായിട്ട് ഒപ്പത്തിനൊപ്പം കടന്നു വരുമ്പോൾ ശേഷം വിവരണത്തിന് ഓവർ ടു ഷൈജു ദാമോദരൻ. താങ്ക് യു ശ്രീ D സജി. ആവേശഭരിതമായ ഹീറ്റ്സ് 5 ആണിപ്പോൾ പുന്നമടയിൽ അരങ്ങേറുന്നത്. കാണുക, ആവേശഭരിതമായ ഹീറ്റ്സ് 5. 1-ാം ട്രാക്കിൽ നിരണം ചുണ്ടൻ ബൈ നിരണം ബോട്ട് ക്ലബ്. 2-ാം ട്രാക്കിൽ വള്ളമില്ല. 3-ാം ട്രാക്കിൽ പുണ്യാളൻ. 5-ാം ഹീറ്റ്സിൽ ആവേശകരമായ പോരാട്ടം നടക്കുകയാണ്. നിരണം ചുണ്ടൻ മുന്നിൽ തന്നെയുണ്ട്. ഇപ്പോൾ സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, 5-ാം ഹീറ്റ്സിന്റെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കാം. നടക്കുന്നത് നിരണം ചുണ്ടൻ പുണ്യാളൻ നിരണം ആർപ്പൂക്കര ചുണ്ടൻ. ആർപ്പൂക്കര ചുണ്ടനും പുണ്യാളൻ നിരണവും ഒപ്പത്തിനൊപ്പം വരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം നെഹ്റു ട്രോഫിയിൽ ഈ 6 ഹീറ്റ്സുകളിൽ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാവും ഫൈനലിൽ കയറുക. ഇപ്പോൾ അതെ, ഫിനിഷിംഗ് പോയിന്റിലേക്ക് നിരണം ചുണ്ടനും പുണ്യാളൻ ചുണ്ടനും ആർപ്പൂക്കര ചുണ്ടനും എത്തുകയാണ്. നിരണം ചുണ്ടൻ അല്പം മുന്നിലാണ്. ഈ ഹീറ്റ്സിലെ വിജയത്തിനപ്പുറം അവർ എത്ര സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു എന്നതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ നിരണം ചുണ്ടൻ 1-ാമതായി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 4 മിനിറ്റ് 29 സെക്കൻഡോളം എടുത്താണ് നിരണം ചുണ്ടൻ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ വേഗത്തിൽ മറ്റ് ചുണ്ടൻ വള്ളങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും കൃത്യമായ സമയം ഔദ്യോഗികമായി അറിയിച്ചെങ്കിൽ മാത്രമേ ഏത് ചുണ്ടൻ വള്ളങ്ങളാവും ഫൈനലിൽ കയറുക എന്നതിൽ വ്യക്തതയുണ്ടാവൂ. എന്തു തന്നെയായാലും അടുത്ത ഹീറ്റ്സ് 6-ാം ഹീറ്റ്സാണ്. 6-ാം ഹീറ്റ്സിൽ ആരും തന്നെ ഫൈനലിലേക്ക് എത്താൻ സാധ്യതയില്ലാത്ത ഒരു ഹീറ്റ്സ് മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കരുവറ്റ ചുണ്ടൻ, ആലപ്പാട് ചുണ്ടൻ, ആനാരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. അത് GLC ബോട്ട് ക്ലബ് ചെറുതന ബിജുത്തി ക്യാപ്റ്റനായിട്ടുള്ളതാണ്. സെന്റ് ജോൺസ് ബോട്ട് ക്ലബ്ബ് തെക്കേക്കര മങ്കൊമ്പ്, അതിനോടൊപ്പം തന്നെ ആനാരി ബോട്ട് ക്ലബ് സജികുമാർ ക്യാപ്റ്റനായിട്ടുള്ള ഈ 3 ചുണ്ടൻ വള്ളങ്ങൾക്കും കാര്യമായ സാധ്യത കൽപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതുവരെ ഉള്ളതിൽ 1-ാം ഹീറ്റ്സ് മുതൽ നോക്കിയാൽ 1-ാം ഹീറ്റ്സിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 4:20 കൊണ്ട് കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ ഹീറ്റ്സിലെ
റെക്കോർഡ് ടൈമായിരുന്നു. അതായത് ഏറ്റവും ഉയർന്ന വേഗതയായിരുന്നു 4:20. ഇത് 4 മിനിറ്റ് 20 സെക്കൻഡ് 6 മൈക്രോ സെക്കൻഡിനാണ് UBC ഫിനിഷ് ചെയ്തത്. അതിൽ തന്നെ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ബോട്ട് ക്ലബ്ബ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി അവർ 4:32 എടുത്തു. ഫൈനലിലേക്ക് വരാനുള്ള സാധ്യത ഇല്ല എന്നത് ആ ഹീറ്റ്സിൽ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം പറയാവുന്ന 2ാം ഹീറ്റ്സിലും ഒരു ചുണ്ടൻ വള്ളങ്ങളും ഫൈനലിലേക്ക് കടക്കത്തക്ക വേഗതയിൽ ഫിനിഷ് ചെയ്തിട്ടില്ല. അതിലും വേഗതയിൽ 3ാം ഹീറ്റ്സിലും 4ാം ഹീറ്റ്സിലും ചുണ്ടൻ വള്ളങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 4ാം ഹീറ്റ്സിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് അരോമ ചുണ്ടനും അതോടൊപ്പം തന്നെ ചെറുതന NBC നാട്ടകം. ഏതാണ്ട് 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയതാണ് കോട്ടയത്ത് നിന്നുള്ള NBC നാട്ടകം ബോട്ട് ക്ലബ്ബ്. വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അരോമയ്ക്കൊപ്പം തന്നെ ഏകദേശം ഒപ്പം തന്നെ ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ ഔദ്യോഗികമായ സമയം അറിഞ്ഞെങ്കിൽ മാത്രമേ ഫൈനൽ സാധ്യതകളെക്കുറിച്ച് വിലയിരുത്താൻ പറ്റൂ. അതോടൊപ്പം തന്നെ 3ാം ഹീറ്റ്സിൽ മേൽപ്പാടവും നടുഭാഗവും അത് തുടർച്ചയായ 5 വിജയങ്ങൾക്ക് ശേഷം കഴിഞ്ഞ പ്രാവശ്യം നെഹ്റു ട്രോഫി നഷ്ടമായ PBC പുന്നമട, അതായത് പുന്നമട ബോട്ട് ക്ലബ്ബ് അത് നടുഭാഗത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മേൽപ്പാടത്തിലെത്തുന്നു. മേൽപ്പാടത്തിലെത്തിയ പള്ളാത്തുരുത്തി അതിന് തൊട്ട് മുമ്പുള്ള 5 വർഷം തുടർച്ചയായി വിജയം നേടിയതാണ്. 2019 ഇതേ നടുഭാഗത്തിൽ നെഹ്റു ട്രോഫി നേടുകയും CBLൽ 12-ൽ 11 കളികളും വിജയിച്ച ചുണ്ടനും ക്ലബ്ബുമാണ്. ആ ഒരു കൂട്ടായ്മയിൽ വീണ്ടും എത്തുമ്പോൾ ഈ പ്രാവശ്യം അവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. റെക്കോർഡ് ടൈമോടെ ആണ് അവർ ഹീറ്റ്സ് മത്സരം പൂർത്തിയാക്കിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിന് നേരിയ വ്യത്യാസത്തിലാണ് പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗവും ഫിനിഷ് ചെയ്തത്. ഈ ചുണ്ടങ്ങളൊക്കെ തന്നെയും ഫൈനലിൽ എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇനിയും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് പ്രജിത്ത്. സുധീഷ്, അങ്ങ് പുന്നമടയിലെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഒന്ന് നോക്ക്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. പുന്നമട അങ്ങ് ഇളകി മറിഞ്ഞുകൊണ്ടുള്ള ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുന്ന അതിമനോഹരമായ കൃത്യമായ കാഴ്ചയുടെ വിരുമ്പ്. അത് 6ാം ഹീറ്റ്സ് മത്സരം ഔദ്യോഗികമായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഏതായാലും ഇരു കരകളും അങ്ങനെ ആവേശ പോരാട്ടത്തിന് കരുത്തു പകർന്നുകൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് തങ്ങളുടെ ആപത്തെത്തിക്കാനുള്ള വലിയ ആവേശത്തിലേക്ക് 2ാമത്തെ ട്രാക്കിൽ കരുവാറ്റ ചുണ്ടൻ, 3ാമത്തെ ട്രാക്കിൽ ആലപ്പാട് ചുണ്ടൻ, 4ാമത്തെ ട്രാക്കിൽ ആനാരി ചുണ്ടൻ, അങ്ങനെ വലിയൊരു ആവേശത്തോടെയുള്ള 6ാം ഹീറ്റ്സ് മത്സരം. കരുവറ്റ ചുണ്ടൻ 2015-ൽ പുതുക്കി ഇറക്കി. അതിനുശേഷം ആ മത്സരത്തിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. എന്നാൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ ഇതുവരെയും കാരിച്ചാൽ ചുണ്ടന് സാധിച്ചിട്ടില്ല. അനാരി ചുണ്ടൻ മികച്ച പ്രകടനം 2010-ൽ ഇറങ്ങിയ ചുണ്ടനാണ്. മികച്ച പ്രകടനം ജീസസ് ബോട്ട് ക്ലബ്ബും മറ്റും തുഴയുമ്പോൾ കാഴ്ചവെച്ചിരുന്നു. എന്നാൽ ഇതുവരെയും നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ അനാരി ചുണ്ടനും കഴിഞ്ഞിട്ടില്ല. ഇവരിൽ ഇപ്രാവശ്യം തുഴയെറിയുന്നത് അത്ര മികച്ച ടീമുകളല്ല, ഇല്ലെങ്കിൽ അത്ര കണ്ട് കഠിനമായ ഒരു പരിശീലനത്തോടെ അല്ല ഈ 3 ചുണ്ടൻ വള്ളങ്ങളെയും പുന്നമടയിൽ എത്തിക്കുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഫൈനൽ സാധ്യത കൽപ്പിക്കുന്നില്ല. ആ 1, 3, 4, 5 ഹീറ്റ്സുകളിലാണ് ശക്തമായ മത്സരം നടന്നത്. അതിൽ ഏറ്റവും വേഗത്തിൽ ഫിനിഷ് ചെയ്ത 4 ചുണ്ടൻ വള്ളങ്ങളാവും ഫൈനലിലേക്ക് വരിക. അതിന്റെ ഔദ്യോഗിക സമയം എത്രയാണ് ഫിനിഷ് ചെയ്തതെന്നുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ അതിലൊരു വ്യക്തത വരൂ. 1ാം ഹീറ്റ്സിലെ മത്സരങ്ങളിൽ മാത്രമാണ് ഇതുവരെയും കൃത്യമായ സമയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് 66 മൈക്രോ സെക്കൻഡിനാണ് ഫിനിഷ് ചെയ്തത്. മറ്റ് വള്ളങ്ങളുടെയും കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ ലൂസേഴ്സ് ഫൈനലിന്റെയും പട്ടിക തയ്യാറാവുകയുള്ളൂ. പ്രജിത്ത്, 6ാമത്തെ ഹീറ്റ്സ് മത്സരം ഏകദേശം പകുതിയോളം എത്തുന്നു. 2 മിനിറ്റ് കിടക്കുന്നു. വാശിയേറിയ ഒരു പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം, പരസ്പരമുള്ള ഒരു വലിയ പോരാട്ടം. ആ പോരാട്ടത്തിന് 6ാം ഹീറ്റ്സ് മത്സരം വേദിയാകുകയാണ്. കരുവാറ്റ ചുണ്ടനും ആലപ്പാട് ചുണ്ടനും ആനാരി ചുണ്ടനും അങ്ങനെ വിട്ടുകൊടുക്കാതെ വലിയൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കേവലം പകുതി ദൂരം കഴിഞ്ഞതേ ഉള്ളൂ, എങ്കിലും വലിയൊരു പോരാട്ടം നടക്കുന്നു. 2 മിനിറ്റും 16 സെക്കൻഡും കഴിഞ്ഞിരിക്കുന്നു.
പ്രജിത്ത് 2:19 പാതി ഭാഗം തന്നെ കഴിഞ്ഞിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടും ഇപ്പോഴത്തെ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ പറ്റുന്ന ഒരു വേഗതയിലല്ല ഈ 3 ചുണ്ടൻ വള്ളങ്ങളും വരുന്നത് എന്നത് തന്നെയാണ്. കരുവറ്റ, ആലപ്പാട്, ആനാരി ചുണ്ടൻ വള്ളങ്ങളാണ്. അതിൽ ആനാരി ചുണ്ടനെ ഇപ്രാവശ്യം ആനാരിക്കാർ തന്നെ സംഘടിപ്പിച്ച ഒരു ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. എന്നാൽ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മികച്ച ഒരു പ്രകടനം ഇല്ലെങ്കിൽ രീതിയിൽ ആർഭാടകരമായ ഒരു സംഘാടനം അവർക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും അവർ വെച്ചിരുന്നില്ല. ആനാരി ബോട്ട് ക്ലബ്ബാണ് ആനാരി ചുണ്ടനെ പുന്നമടയിൽ എത്തിച്ചിട്ടുള്ളത്. തെക്കേക്കരയിൽ നിന്നുള്ള സെന്റ് ജോൺസ് ബോട്ട് ക്ലബ്ബാണ് ആലപ്പാട് ചുണ്ടൻ തുഴയുന്നത്. GLC ബോട്ട് ക്ലബ്ബ് ചെറുതനെയാണ് കരുവാറ്റ ചുണ്ടനിൽ തുഴയുന്നത്. ഈ 3 ചുണ്ടൻ വള്ളങ്ങളുമാണ് 6ാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. ഈ ഹീറ്റ്സോടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം പൂർത്തിയാവുകയാണ്. ഇപ്പോൾ 3 മിനിറ്റ് 9 കഴിയുമ്പോൾ അത് നമുക്ക് കാണുന്ന ഒരു അകലത്തിലേക്ക് ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ഈ 3 ചുണ്ടൻ വള്ളങ്ങളും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുവരെ ഫിനിഷ് ചെയ്തതിൽ 4.15 മിനിറ്റിന് ആണ് നടുഭാഗം, അതോടൊപ്പം തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന മേൽപ്പാടം എന്നിവ എത്തിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ടൈമിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ മാത്രമേ ഏത് ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിൽ എന്നതിൽ ഉറപ്പിക്കാൻ കഴിയൂ. എന്തു തന്നെയായാലും വാശിയേറിയ മത്സരമായിരുന്നു 1, 3, 4, 5 ഹീറ്റ്സുകളിൽ നടന്നത്. അത് കാണികളെ വല്ലാതെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു മത്സരം ഫൈനലിലേക്കും ചില ലൂസേഴ്സ് ഫൈനലുകളിലേക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഓരോ ജലോത്സവ പ്രേമികളും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് ചെറുവള്ളങ്ങളുടെ ശേഷിക്കുന്ന ഹീറ്റ്സ് മത്സരവും അതോടൊപ്പം തന്നെ ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരവുമാണ്. അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലുകൾ പൂർത്തിയാക്കിയ ശേഷമാകും ഫൈനൽ മത്സരം നടക്കുക. ഏതാണ്ട് 5 മണിക്ക് മുൻപായി ഫൈനൽ മത്സരം സംഘടിപ്പിക്കാൻ സാധിക്കും എന്നതായിരുന്നു പ്രതീക്ഷ. അതിൽ നിന്നും സമയം അല്പം വൈകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെ ആയാലും പുന്നമടയെ ആകെ ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് 72ാമത് നെഹ്റു ട്രോഫി ജലമേള ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമ്മുടെ കണ്ണിലേക്ക് ആ മനോഹരമായ കാഴ്ചകൾ എത്തുന്നു. 3 ചുണ്ടൻ വള്ളങ്ങൾ, 3 ചുണ്ടൻ വള്ളങ്ങൾ, ആ നാടിന്റെ, ആ കരയുടെ, ആ ക്ലബിന്റെ ആവേശം, ആ പ്രതീക്ഷ അതൊക്കെ നിർത്തിക്കൊണ്ടുള്ള ആ മനോഹരമായുള്ള തുഴച്ചിൽ. 1 മാസക്കാലം നീണ്ട പ്രയത്നം, 1 മാസക്കാലം നീണ്ട പരിശീലനം. ആ പരിശീലനത്തിലൊടുവിൽ കാണികൾക്ക് മുന്നിലേക്ക് പുന്നമടയുടെ ഇരുകരകളിലും തടിച്ചുകൂടി ആയിരക്കണക്കിന് ജലപ്രേമികൾക്ക് മുന്നിലൂടെ ഇതാ ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഇങ്ങനെ പറന്നു വരികയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിൽ ആ വലിയ കിരീടം ചൂടുവാനായി ഉള്ള പോരാട്ടം ഏറ്റവും 6ാമത്തെ ഹീറ്റ്സ് മത്സരത്തിലേക്ക് എത്തുകയാണ്. അത് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാമെങ്കിലും 4 മിനിറ്റുകൾക്ക് അപ്പുറത്തേക്ക് പോയാൽ അത് ഫൈനൽ സാധ്യതകളെ ഏറെ മങ്ങുന്ന ഒരു സാധ്യതയാണ്. ഇപ്പോൾ തന്നെ 5 മിനിറ്റും 25 സെക്കൻഡും കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയൊരു പോരാട്ടം തന്നെ 3 പേരും തമ്മിൽ നടക്കുന്നു. പ്രജിത്ത്, ഇപ്പോൾ ഈ 6ാം ഹീറ്റ്സിലെ മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുമ്പോൾ 6 മിനിറ്റ് കൊണ്ട് പോലും ഈ ചുണ്ടൻ വള്ളങ്ങൾ ഫിനിഷ് ചെയ്യാൻ സാധ്യതയില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. നമുക്കറിയാം 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് വരെ ചുണ്ടൻ വള്ളങ്ങൾ ഫിനിഷ് ചെയ്ത ഈ നെഹ്റു ട്രോഫി മത്സരത്തിൽ വളരെ മോശപ്പെട്ട ഒരു പ്രകടനം എന്ന് തന്നെ ഒരു തരത്തിൽ പറയേണ്ടി വരും. എന്നിരുന്നാൽ പോലും കാണികളെ ആവേശം കൊള്ളിക്കുന്ന മനോഹരമായ തുഴച്ചിൽ അത് ഏറെ എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ അവർ തുഴഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുകയാണ്. 6 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 4ാം ട്രാക്കിൽ തുഴഞ്ഞു കയറി വരുന്ന ആനാരി ചുണ്ടൻ വള്ളപ്പാടുകൾക്ക് മുന്നിലായി ഇതാ ഹീറ്റ്സ് മത്സരത്തിൽ 6ാം ഹീറ്റ്സ് മത്സരത്തിൽ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുന്ന ആ മനോഹരമായ കാഴ്ചയാണ്. ഇരുകരകളും അങ്ങനെ ആവേശത്തോടെ സ്വീകരിക്കുന്ന ആ മനോഹരമായുള്ള കാഴ്ച. 6 മിനിറ്റ് 18 സെക്കൻഡിനാണ് ആനാരി ചുണ്ടൻ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ ഹീറ്റ്സിൽ. അതിന് തൊട്ട് പിന്നാലെയായി ആലപ്പാടും കരുവാറ്റായും തുഴഞ്ഞെത്തുന്നുണ്ട്. എന്തുതന്നെയായാലും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ഇതോടെ പൂർത്തിയാവുകയാണ്. ആവേശം നിറഞ്ഞ ഹീറ്റ്സ് മത്സരങ്ങളാണ് അരങ്ങേറിയത്. ഇനിയും ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലാവും കാണികളെ ഏറ്റവും ആകർഷിക്കുക. എന്നാൽ ഇരുട്ടുകുത്തി, വെപ്പ്, ചുരുളൻ തുടങ്ങി തെക്കനോടി അടക്കമുള്ള ചെറുവള്ളങ്ങളിലെ മത്സരങ്ങൾക്ക് വളരെ കാണാൻ ഏറെ ആകർഷകമായത് തന്നെയാണ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ചെറുവള്ളങ്ങളുടെ ശേഷിക്കുന്ന ഹീറ്റ്സ് മത്സരവും ഫൈനൽ മത്സരങ്ങളും ആരംഭിക്കും. പ്രജിത്ത്, കൊടുങ്ങൂരുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ
ഇപ്പോൾ ഏറ്റവും പുതിയതായി 6ാം ഹീറ്റ്സിൽ ഒരുപക്ഷെ ഇതുവരെ കണ്ട ഹീറ്റ്സ് മത്സരങ്ങളുടെ അത്ര ആവേശം 6ാം ഹീറ്റ്സിൽ കണ്ടിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അതിന് കാരണങ്ങളുമുണ്ട്. അവർ ആനാരിച്ചുണ്ടനാണ് ഇപ്പോൾ 6ാം ഹീറ്റ്സിലെ ജേതാവായിരിക്കുന്നത്. 2ാം ഹീറ്റ്സിൽ ചമ്പക്കുളവും 3ാമത്തെ ഹീറ്റ്സിൽ മേൽപ്പാടം ചുണ്ടനുമാണ് തുഴഞ്ഞു കയറിയത്. അപ്പോൾ ഇനി ആനാരിച്ചുണ്ടൻ 6ാം ഹീറ്റ്സിലൂടെ എത്തുമ്പോൾ പക്ഷെ അപ്പോഴും ആ സമയത്തിന്റെ പ്രശ്നങ്ങളടക്കം സുധീഷ് ഗോപാലും അരുൺ കൊടുങ്ങൂരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പുന്നമടയുടെ ജലരാജാവിനെ തേടിയുള്ള പോരാട്ടം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഹീറ്റ്സ് മത്സരങ്ങളിൽ തുഴഞ്ഞെത്തിയ ചുണ്ടൻ വള്ളങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഫൈനൽ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുക. 4ാം ഹീറ്റ്സിൽ അരോമ ചുണ്ടനും 5ാം ഹീറ്റ്സിൽ നിരണവും 6ാം ഹീറ്റ്സിൽ ആനാരിയും തുഴഞ്ഞെത്തിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഈ വള്ളങ്ങളുടെ സമയമാണ്. എത്ര വേഗത്തിൽ ഓരോ വള്ളങ്ങളും തുഴഞ്ഞെത്തി. അങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നതനുസരിച്ച് ഹീറ്റ്സിൽ ഒന്നാമത്തെ എത്തിയിരിക്കുന്നത് UGC FC തുഴഞ്ഞ വിയ്യപുരം ചുണ്ടനാണ്. വെറും 4 മിനിറ്റ് 19 സെക്കൻഡ് കൊണ്ടാണ് വിയ്യപുരം തുഴഞ്ഞെത്തിയത് എന്നുള്ളതാണ്. ഇതിൽ 2ാം ഹീറ്റ്സിൽ നിന്നുള്ള ഒരു ചുണ്ടൻ വള്ളവും ഫൈനലിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് സുധീഷ് ഗോപാൽ നൽകുന്ന വിവരം.